ഹായ്. പിന്നെ രാവിലെ തന്നിട്ടുണ്ടായിരുന്ന കറണ്ട് അഫെയർ ഒക്കെ പഠിച്ച് എല്ലാവരും എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തോ? ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നോക്കാനുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 141/2023 നോക്കാം നമുക്ക് എന്തൊക്കെയായിരുന്നു അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു: ഗംഗ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? പിന്നെ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുകളോട് പറയാണ്, ഈ നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നത് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ തരുന്ന ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ അവർ തരുന്ന PDF കാര്യങ്ങളാണ് നമ്മളിവിടെ ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമേ ഫോളോ ചെയ്യുന്നവരല്ല, പുതുതായിട്ട് ഓരോരുത്തർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ 2 ദിവസമായിട്ടുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടി പറയാണ്, അതായത് ഇപ്പോൾ ഞാൻ തരുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സാം ഇവർ യൂട്യൂബ്, അതായത് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ എക്സാം, ലൈവ് എക്സാം എന്ന് പറഞ്ഞിട്ട് ഒരു മോക്ക് ടെസ്റ്റ് രൂപത്തിൽ തരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ തരുന്ന ഓരോ ക്വസ്റ്റ്യനും നന്നായിട്ട് പഠിച്ചിട്ട് അവിടെ എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുക. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ തന്നെ സ്വയം വിലയിരുത്തുക. ഓക്കെ, എന്നിട്ട് അവിടെ കിട്ടുന്ന കാര്യങ്ങളും ഫുൾ മാർക്ക് നേടാൻ പറ്റിയിട്ടുണ്ടോ, എത്ര മാർക്ക് നേടി എന്നുള്ളതൊക്കെ ജസ്റ്റ് കമൻ്റ് ആയിട്ടൊന്ന് ഇതിലൊന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഓരോ കമൻറ്റും നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനമായിരിക്കും. കമൻറ്റ് തീരെ ഇടാതിരിക്കുമ്പോൾ നമുക്ക് എന്താണ്, ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ, നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആ കമൻറ്റിലൂടെ മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കും എന്ന് ഉള്ളതുള്ള വിശ്വാസത്തോടെ ഞാൻ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? നമാമി ഗംഗ. എന്തായിരുന്നു ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേര്? നമാമി ഗംഗ. 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം. 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? യുണൈറ്റഡ് കിങ്ഡമാണ്. യുണൈറ്റഡ് കിങ്ഡമാണ് 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം എന്ന് പറയുന്നത്. 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമക്കാണ് മികച്ച സിനിമക്കുള്ള പുരസ്കാരം ലഭിച്ചത്? 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമക്കാണ് മികച്ച സിനിമക്കുള്ള പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ കുഴങ്ങൾ. എന്താണ്? കുഴങ്ങൾ. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? പോൾ സക്കറിയ. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? പോൾ സക്കറിയ ആയിരുന്നു. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ പോൾ സക്കറിയ. 2021-22 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി. പിന്നെ നമ്മൾ കറണ്ട് അഫെയർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് 100 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ പറയാൻ നിൽക്കുമ്പോൾ അത്രയും ടൈം കിട്ടില്ല. കാരണം നമുക്കിവിടെ ഇപ്പോഴത്തെ എക്സാമിൽ നമുക്കിപ്പോൾ ജസ്റ്റ് ഇതിലുള്ളതെങ്കിലും നമ്മൾ പഠിച്ചിട്ട് അവിടെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് ഞാൻ വേറൊരു ക്ലാസ്സിൽ വരാം. ഇപ്പോൾ ഇതെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക എന്നുള്ള രീതിയിൽ ഞാൻ റിലേറ്റഡ് ഫാക്ട്സ് ഒന്നും ഇപ്പോൾ പറയുന്നില്ല. ഓക്കെ ആണല്ലോ. ഇനി 2021-22 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരായിരുന്നു? നിർമ്മല സീതാരാമൻ. 2021-22 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയായിരുന്നു നിർമ്മല സീതാരാമൻ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം ഏതാണ്? AN-225 മരിയ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനമാണ് AN-225 മരിയ. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി ആര്? PR ശ്രീജേഷ്. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി PR ശ്രീജേഷ് ആണ്. അടുത്തത്, നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? ഇവിടെ കൊടുത്തിട്ടുള്ളത് നിയമസഭാ സ്പീക്കർ നമുക്ക് AN ഷംസീർ തന്നെയാണ്. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ തന്നെയാണ് കേട്ടോ. ഇനി 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം.
2025 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഖത്തറാണ് 2022 ഫിഫ വേൾഡ് കപ്പ്. 2022 ഫിഫ വേൾഡ് കപ്പ് ഖത്തറായിരുന്നു. നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ. നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ സിറിയക് ജോസഫ് അല്ല ഇപ്പൊ ഉള്ളത്. അന്ന് സിറിയക് ജോസഫ് ആയിരുന്നു. ഇപ്പോ ജസ്റ്റിസ് എൻ അനിൽകുമാറാണ്. അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ജസ്റ്റിസ് എൻ അനിൽകുമാറാണ് ലോകായുക്ത ചെയർമാൻ. കേരള ലോകായുക്ത ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് എൻ അനിൽകുമാറാണ്. കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മലബാർ തീരസമതലം. കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പറഞ്ഞേ. മലബാർ തീരസമതലം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏതാണ്? എല്ലാവർക്കും അറിയാം, ലക്ഷദ്വീപാണ് അല്ലെ. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ്. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ എന്ന് പറയുന്നത്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗം മാന്നാർ കടലിടുക്കാണ്. ഇന്ത്യയെ എവിടുന്ന്? ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗം. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗം മാന്നാർ കടലിടുക്കാണ്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? മാന്നാർ കടലിടുക്കാണ്. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? കൊല്ലം, കൊട്ടപ്പുറം. ഇന്ത്യയിലെ ഒരുപാട് തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊല്ലം, കൊട്ടപ്പുറം. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു ഏത് എന്ന് ചോദിച്ചാൽ തോറിയമാണ്. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതുവാണ് തോറിയം. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത് മുംബൈ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല പ്രാഥമിക മേഖല. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല പ്രാഥമിക മേഖല. പ്രാഥമികം, ദ്വിതീയം, തൃതീയം ഒക്കെ ഇടക്കിടക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് തന്നെ തരാട്ടോ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പ. ഇന്ത്യയിലാണ് കേട്ടോ, അതൊന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ന് പറയുന്നത് തുമ്പയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഇന്ത്യൻ റെയിൽവേ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഇന്ത്യൻ റെയിൽവേ. വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? ആനന്ദമഠം. ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ച് റിലേറ്റ് ചെയ്തിട്ടൊരു കറണ്ട് അഫെയർ പറഞ്ഞിട്ടുണ്ട്. ഇത് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവല്? ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡ് ആണ്? 52 സെക്കൻഡ് ആണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡ് ആണെന്ന് ചോദിച്ചാൽ 52 സെക്കൻഡ്. ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഏതാണ് ഭേദഗതി? 42ാം ഭേദഗതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏതാണ്?
മൗലികാവകാശം എന്നുള്ള ആ ഒരു പാർട്ട് ഭരണഘടനയിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, അത് പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പോൾ അതിൽ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് ഭാഗം 3-ൽ, അതായത് താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അത് ശരിയാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, അതും ശരിയാണ്. സമത്വത്തിനുള്ള അവകാശം, അത് ശരിയാണ്. പക്ഷെ തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ്, അതായത് ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 86-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക. മൗലികാവകാശത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ ഭരണഘടനയിലെ പാർട്ട് 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ എന്തായിരുന്നു? അതൊരു മൗലിക അവകാശമായിരുന്നു. പക്ഷെ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ മൗലികാവകാശത്തെ എടുത്തു മാറ്റി പകരം എന്ത് ചെയ്തു? അതൊരു നിയമാവകാശമാക്കി. അത് ഏതാണെന്ന് ചോദിച്ചാൽ സ്വത്തവകാശമാണ്. ഏതാണ്? സ്വത്തവകാശം. താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? 32-ാം വകുപ്പ്. താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? 32-ാം വകുപ്പാണ്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസാക്കിയത്? 2005-ൽ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസാക്കിയത്? 2005-ലാണ് പാസാക്കിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ NHRCയെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഡോക്ടർ രംഗനാഥ മിശ്രയാണ്. അതെന്താണ്? ശരിയായിട്ടുള്ളതാണ്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികൾ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. അതും ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993-ൽ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. ഒന്നുകൂടെ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993-ൽ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. അതും ശരിയാണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് എന്താണ്? മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. അതിന് അധികാരമില്ല. ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസം? ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസം? 1947 ജൂലൈ 22-നാണ്. 1947 ജൂലൈ 22. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ച് രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജയാണ്. ഓക്കെ, കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷനാണ്. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ലോഗൻ കമ്മീഷനാണ്. തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികൾ. ആരാണ്? ഓക്കെ, അപ്പോ തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികളാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികൾ. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായിയാണ്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. രാജ്യസമാചാരം എന്ന പത്രം
ശാസ്ത്രം ആരംഭിച്ചതാരാ? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം. ഇതിലുള്ള ഒട്ടുമിക്കതും എന്താണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം 1891. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം 1891. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിന്റെ ജന്മസ്ഥലം ഏത്? ഓസ്ട്രേലിയ. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോൺ, ആരാണ്? ഷെയ്ൻ വോണിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഓസ്ട്രേലിയ. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം, അതൊന്ന് ഓർത്ത് വെച്ചേക്ക, ടേബിൾ ടെന്നീസ് ആണ് പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ടേബിൾ ടെന്നീസ് ആണ്. അടുത്തത്, ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ധ്യാൻ ചന്ദ് ആണ്. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരമാണ് ധ്യാൻ ചന്ദ്. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? വയനാടാണ്. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ നാടുകളെ കുറിച്ച് വിവരം ലഭിക്കുന്നത് ഏത് ലിഖിതത്തിൽ നിന്നാണ്? വട്ടെഴുത്ത് ലിഖിതം. കേരളത്തിലെ നാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിഖിതം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം എന്ന് പറയുന്നത് മൂലമറ്റമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റം. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി പെരിയാറാണ്. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദിയാണ് പെരിയാർ എന്ന് പറയുന്നത്. 5 തിണകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 5 തിണകളും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് പഠിക്കാനായിട്ട്. അപ്പോ ഇപ്പോ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കടൽ തീരം. 5 തിണകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കടൽ തീരം. സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികൾ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികളെ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? ഉമണർ. എന്തായിരുന്നു? ഉമണർ എന്ന പേരിലായിരുന്നു ഉപ്പു വ്യാപാരികൾ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആര്? ഡൽഹൌസി പ്രഭുവാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ആരാണ്? ഡൽഹൌസി പ്രഭു. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഗാന്ധിജി അധ്യക്ഷനായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? ബെൽഗാമിലായിരുന്നു കേട്ടോ. ബെൽഗാമിലായിരുന്നു ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ദാമിൻ ഇ കോഹ്. ഒന്ന് നോക്കി വെച്ചേക്ക. സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി എന്ന് പറയുന്നത് ദാമിൻ ഇ കോഹ്. ഏതാണ്? ദാമിൻ ഇ കോഹാണ് അവര് അധിവസിച്ച ഭൂമി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധമാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരായിരുന്നു? വില്യം ബെന്റിക് പ്രഭുവാണ് സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി എന്ന് പറയുന്നത്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് ഏതാണ്? ഇനാമലാണ്. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെ ഉള്ള ഉളിപ്പല്ലുകൾ എത്ര എണ്ണമാണ്? 8 ഉളിപ്പല്ലുകളാണ് പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിലുള്ളത്. ഏത് ജീവകത്തിന്റെ അഭാവമാണ്
മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ജീവകം സി ആണ്. ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ജീവകം സി ആണ്. ഏതാണ്? ജീവകം സി. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്ത്? കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുകൃതമാണ്. സുകൃതമാണ് കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി. താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ? കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്നത് കുഷ്ഠവും അതുപോലെ കോളറയുമാണ്. കുഷ്ഠം, കോളറ എന്നിവയാണ്. മലമ്പനിയും മന്തും കൊതുക് പരത്തുന്നതാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് 78%. ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിന്റെ സങ്കരവർഗമാണ്? തെങ്ങിന്റെ. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ്. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ്. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തിനു വേണ്ടിയിട്ട്? മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന്? മാർച്ച് 21-നാണ്. ലോക വനദിനമായിട്ട് ആചരിക്കുന്നത് എന്നെന്ന് ചോദിച്ചാല് മാർച്ച് 21. മാർച്ച് 21-നാണ്. ഇനി ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ്. സിങ്കിന്റെ അയിരേത്? കലാമിനാണ് സിങ്കിന്റെ അയിര്. കാലാവസ്ഥാ ബലൂണുകളിൽ നിറക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? കാലാവസ്ഥാ ബലൂണുകളിൽ നിറക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം. ഏതാണ്? ഹീലിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത് എന്നുള്ളതാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് നമുക്കറിയാം, വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയമാണ്. അപ്പോൾ സമയം കാണാൻ എന്ത് ചെയ്യണം? ദൂരം ബൈ വേഗത ചെയ്താൽ മതി. അതുപോലെ എന്താണ്? ദൂരം കാണാൻ വേഗത ഇൻറ്റു സമയം ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ഓപ്ഷൻ സി വേഗത ഈസ് ഈക്വൽ ടു ദൂരം ഇൻറ്റു സമയം, അത് തെറ്റാണ്. വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം എന്നുള്ളത് ഓർത്തു വച്ചേക്കാം. ഇനി പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് ISRO. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ISRO. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരവും എഫും പവർ പിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? പവർ പി ഈസ് ഈക്വൽ ടു 1/f ആണ്. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം പവർ പി ഈസ് ഈക്വൽ ടു 1/f ആണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിവിടെ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ സൊല്യൂഷനും കാര്യങ്ങളും അതിന് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. PDF കാര്യങ്ങളും നമുക്ക് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ ചെന്നാൽ കിട്ടും. അപ്പം അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. 81 മുതൽ ഇതാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണത് കേട്ടോ. ഓക്കെ, ഇത്രയാണ് നമുക്ക് മാത്സ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ ഒന്ന് ഡിലീറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ സൊല്യൂഷനും
എന്തുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ചോദ്യത്തിൻ്റെയും സൊല്യൂഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ ഇതിൻ്റെ ലൈവ് എക്സാം മോക്ക് ടെസ്റ്റ് രൂപത്തിൽ നമുക്ക് രക്ഷയുടെ യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് നോക്കുക. അത്രയൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.